ഫോർ ദി ഇംപോസിബിൾ എന്നതാണ്. ആസ്ക് ഫോർ ദി ഇംപോസിബിൾ എന്നാണ് ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ട്രംപറ്റ് എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന് നിങ്ങൾ മറക്കില്ല. അപ്പോൾ ഇവിടെ ടു പ്രൈസ് വൺ സെൽഫ് എന്നാണ് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. വെൽക്കം ടു എൻട്രി ആപ്പ്. എന്റെ പേര് മീര. ഇന്നത്തെ ക്ലാസ്സിൽ കേറ്റഡ് കാറ്റഗറി 1, 2 and 3 എന്നീ എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പോർഷൻ ആയിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രി ആപ്പിൽ കേറ്റഡ് കാറ്റഗറി 1, 2 and 3 ബേസ് ചെയ്ത് ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഇഡിയംസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ ഇഡിയം ശ്രദ്ധിക്കുക. ടു ബ്രേക്ക് ദി ഐസ് എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ ഇഡിയം. ടു ബ്രേക്ക് ദി ഐസ്. ടു ബ്രേക്ക് ദി ഐസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തി ഐസ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ടു ബ്രേക്ക് ദി ഐസ് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഇഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് റിമൂവിംഗ് ദി ഇനിഷ്യൽ ഹെസിറ്റേഷൻ. നമ്മൾ പൊതുവെ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ തന്നെയാണ് ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. റിമൂവിംഗ് ദി ഇനിഷ്യൽ ഹെസിറ്റേഷൻ. ഇവിടെ ആ ഒരു ഇഡിയം ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൂടി ശ്രദ്ധിക്കൂ. ആഫ്റ്റർ എ ലോങ് സൈലൻസ് ഹിസ് റിമാർക്സ് ഹെൽപ് ടു ബ്രേക്ക് ദി ഐസ്. അപ്പോൾ ഇവിടെ റിമൂവിംഗ് ഇനിഷ്യൽ ഹെസിറ്റേഷൻ എന്ന അർത്ഥം നമ്മൾ ടു ബ്രേക്ക് ദി ഐസ് എന്ന ഇഡിയവുമായി ചേർത്ത് വായിക്കുന്നു. ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഓർത്ത് വെക്കാം, അതുമായിട്ട് ചേർത്ത് വായിക്കാം. അടുത്തത് ക്രൈ ഫോർ ദി മൂൺ. ക്രൈ ഫോർ ദി മൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ വരുമല്ലേ. എന്താണത്? ഇത് ഇമ്പോസിബിൾ ആണ്, അത് നടക്കില്ല എന്ന് വരുന്നു. ഇംപോസിബിൾ എന്നൊരു വാക്കാണ് ക്രൈ ഫോർ ദി മൂൺ എന്ന ഇഡിയം നമ്മൾ അർത്ഥം അറിയാതെ കാണുമ്പോൾ പോലും നമ്മളുടെ മനസ്സിൽ വരുന്നത്. ഈ ഇഡിയത്തിന്റെ അർത്ഥവും അത് തന്നെയാണ്. ആസ്ക് ഫോർ ദി ഇംപോസിബിൾ എന്നതാണ്. ആസ്ക് ഫോർ ദി ഇംപോസിബിൾ എന്നാണ് ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ക്രൈ ഫോർ ദി മൂൺ. ഇനി ഒരിക്കലും നിങ്ങൾ മറക്കില്ല. എന്താണ് ആ ഒരു ഇഡിയത്തിന്റെ അർത്ഥം? ആസ്ക് ഫോർ ദി ഇംപോസിബിൾ എന്നാണ്. ഇനി ഇതൊരു സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. His demand for $2 million is like he is crying for the moon. His demand for $2 million is like he is crying for the moon. So cry for the moon എന്ന് പറഞ്ഞാൽ ask for the impossible. അടുത്തത് to burn the candle at both ends. നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ രണ്ടറ്റങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ടു ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. എന്താണ് സംഭവിക്കുക? എക്സോസ്റ്റ് ആകുന്നു, വർക്ക് ഹാർഡ് എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു ഇഡിയമാണ് ടു ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഹാർഡ് എന്നാണ്, അതായത് വർക്ക് ഹാർഡ് എന്ന് മീൻ ചെയ്യുന്ന ഒരു ഇഡിയമാണ് ടു ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു ഇഡിയം സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മൈ ഫാദർ വർക്ക്സ് ഹാർഡ് ആൻഡ് ബേൺസ് ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അതായത് എന്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്യുന്നു and he is burning his candle at both ends. Why? To pay for our family expenses. അപ്പോൾ to burn the candle at both ends ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. എക്സോസ്റ്റ് ആവുക, വർക്ക് ഹാർഡ് എന്നൊക്കെയാണ് ഈ ഒരു വാക്കിന്റെ, ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ്. അടുത്തത് ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് ആണ്. ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സ്പിൽഡ് മിൽക്കിനെ ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അല്ലെ. ടു വറി ഓവർ പാസ്റ്റ് മാറ്റേഴ്സ്. ടു വറി ഓവർ പാസ്റ്റ് മാറ്റേഴ്സ് എന്നാണ് ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്ന് ഓർക്കുക. ഇനി സെന്റൻസിൽ അതിന്റെ യൂസേജ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് നോ യൂസ് ക്രൈങ് ഓവർ ദി സ്പിൽഡ് മിൽക്ക്. അതെ, അതായത് പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നത് ടു വറി ഓവർ പാസ്റ്റ് മാറ്റേഴ്സ് ആണ്. ടു വറി ഓവർ പാസ്റ്റ് മാറ്റേഴ്സ്.
അടുത്തത് ടു ബ്ലോ വൺസ് ഓൺ ട്രംപെറ്റ് ആണ്. ട്രംപെറ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തി ട്രംപെറ്റ് വായിക്കുന്ന ഒരു പിക്ചർ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ടു ബ്ലോ വൺസ് ഓൺ ട്രംപെറ്റ് എന്ന് പറയുമ്പോൾ സ്വയം പുകഴ്ത്തി പറയുക എന്നതാണ് ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപെറ്റ് എന്ന് പറയുന്നത് ടു പ്രൈസ് വൺ സെൽഫ് ആണ്. ടു പ്രൈസ് വൺ സെൽഫ് ആണ് എന്ന് ഓർക്കുക. ഇനി ഇതൊരു സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. He has a habit of blowing his own trumpet. He has a habit of blowing his own trumpet when he accomplishes something. ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിനെ തന്നെ പുകഴ്ത്താറുണ്ട്. അദ്ദേഹം എന്തെങ്കിലും നേടുന്ന സമയത്ത് സ്വയം പുകഴ്ത്തി പറയാറുണ്ട് എന്നാണ് ഈ സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത്. To praise oneself is the meaning of to blow one's own trumpet. അപ്പോൾ ട്രംപെറ്റ് എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിങ്ങൾ മറക്കില്ല. അപ്പോൾ ഇവിടെ ടു പ്രൈസ് വൺ സെൽഫ് എന്നാണ് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്തത് ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം ആണ് അല്ലെ. അതായത് സെയിം കൈൻഡ് ഓർ നേച്ചർ. ഓഫ് ദി സെയിം കൈൻഡ് ഓർ നേച്ചർ എന്നാണ് ദി ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ എന്ന ഇഡിയത്തിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ എന്ന് പറയുമ്പോൾ ഓഫ് ദി സെയിം കൈൻഡ് ഓർ നേച്ചർ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അതിന്റെ സെന്റൻസിൽ എങ്ങനെയാണ് യൂസേജ് വരുന്നത് എന്ന് നോക്കാം. ദി മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റാർ ക്ലബ് ആർ ഓൾ ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ. സ്റ്റാർ ക്ലബ് എന്ന ക്ലബിലെ മെമ്പേഴ്സ് അവരെല്ലാവരും ഓഫ് ദി സെയിം കൈൻഡ് ആണ്, ഓഫ് ദി സെയിം നേച്ചർ ആണ് എന്ന് മനസ്സിലാക്കുക. ദേ ആർ ഓൾ ദി ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ. അടുത്തത് ഈ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ. നിങ്ങൾക്ക് ഒരു ക്ലോസ് ഫിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ. സപ്പോസ് എന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ട് എന്ന് വിചാരിക്കുക. ഞാനത് ചിലവാക്കാതെ പിടിച്ചിരിക്കുകയാണ്, ക്ലോസ് ഫിസ്റ്റഡ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. അൺവില്ലിംഗ് ടു സ്പെൻഡ് മണി, പൈസ ചിലവാക്കാനായിട്ട് മടിക്കുന്ന ഒരു വ്യക്തി, എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്തായിട്ട് വിശേഷിപ്പിക്കാം? എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ. ഫിസ്റ്റഡ് പേഴ്സൺ. ഇനി നിങ്ങൾ ഈ ഒരു വാക്ക് കാണുമ്പോൾ ഫിസ്റ്റഡ് എന്നൊക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ മീൻസ് അൺവില്ലിംഗ് ടു സ്പെൻഡ് മണി. ഇവിടെ ഒരു സെന്റൻസിലെ യൂസേജ് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. My uncle is a close-fisted person. My uncle is a close-fisted person means എൻ്റെ uncle he is unwilling to spend money. അടുത്തത് bite off more than you chew. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബോയ് he is eating an apple. അപ്പോൾ അവന് കഴിക്കാൻ സാധിക്കുന്നതിലും അവന് ചവച്ച് കഴിക്കാനായിട്ട് സാധിക്കുന്നതിലും കൂടുതലാണ് അവൻ അവിടെ കടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ച്യൂ. അപ്പോൾ ടു ട്രൈ ടു ഡു സംതിങ് ദാറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ യു. നമ്മൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ച്യൂ എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ അതിന്റെ ഒരു സെന്റൻസ് യൂസേജ് കൂടി കാണുമ്പോൾ ഇത് ക്ലിയർ ആവുന്നതാണ്. ബൈ ആക്സെപ്റ്റിംഗ് ടു ജോബ്സ് he is clearly biting off more than he chew. അതായത് 2 ജോബ്സ് ആണ് അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവന് ചെയ്യാവുന്നതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. അപ്പോൾ ബൈറ്റ് ഓഫ് മോർ ദാൻ യു ച്യൂ, ഈ ഒരു പിക്ചർ ഓർക്കുക. To try to do something that was too difficult for you. അടുത്തത് break a leg. ബ്രേക്ക് എ ലെഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതായിരിക്കും നമ്മളുടെ മനസ്സിൽ വരിക. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഗുഡ് ലക്ക് എന്നാണ്. ഗുഡ് ലക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തംസ് അപ്പ് അല്ലെ. ഗുഡ് ലക്കിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുമ്പോൾ ഗുഡ് ലക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഐ ഹോപ്പ് യു ബ്രേക്ക് എ ലെഗ് അറ്റ് യുവർ ജോബ് ഇന്റർവ്യൂ ടുമോറോ. അതായത് ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് ലക്ക് ആണ് ഇവിടെ പറയുന്നത്. ഐ ഹോപ്പ് യു ബ്രേക്ക് എ ലെഗ് at
get your job interview tomorrow. അടുത്തത് ഇഡിയംസില് നമ്മൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് യൂസ് ചെയ്യാനൊക്കെ ഡെയിലി ലൈഫിലാണെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇഡിയമാണ് നമ്മൾ ക്ലൗഡ് 9 എന്ന് പറയുന്നത്. ക്ലൗഡ് 9 മൊമെന്റ്, അതായത് നമ്മൾ വളരെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിനെ നമ്മൾക്ക് ക്ലൗഡ് 9 മൊമെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. ക്ലൗഡ് 9 മൊമെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലൗഡില് ഒരു കുഞ്ഞു കുട്ടി ട്രാവൽ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലൗഡ് 9 എന്ന് പറയുന്നത് എന്താണ്? ടു ബി എക്സ്ട്രീംലി ഹാപ്പി, ചിയർഫുൾ എന്നൊക്കെയാണ് ഈ ഒരു വാക്കിന്റെ, ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ he was on cloud 9 after winning the competition. അപ്പോൾ he was extremely happy after winning the competition എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ക്ലൗഡ് 9 എന്ന ഇഡിയം എക്സാമിന് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറയാം ഇന്ന് ഒരു ക്ലൗഡ് 9 മൊമെന്റ്, അതായത് നിങ്ങൾ വാട്സാപ്പിലും ഇവിടെയൊക്കെ സ്റ്റാറ്റസ് ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്ന ടൈമിൽ ക്ലൗഡ് 9 മൊമെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ഇഡിയംസ് ആണ് ഡിസ്കസ് ചെയ്തു പോയത്. എല്ലാവർക്കും ഈ ഇഡിയംസ് വളരെ യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വാസം. പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.